ഹേ ഗൈസ്, അപ്പോൾ ഒരു ചെറിയ മൂവി കിട്ടിയിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അതുകൊണ്ട് എന്തായാലും ഇന്ന് ചെയ്യാൻ പോവാണ്. 2015 ഒരു സർവൈവൽ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ കണ്ടെയ്ൻമെന്റ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒരു വലിയ സിറ്റി, അവിടെ അപ്പാർട്ട്മെന്റുകളിൽ താമസിക്കുന്ന ഓരോരുത്തരായിട്ട് രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകാനായിട്ട് ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോൾ ഡോർ അടച്ചിട്ടേക്കുന്നു. ജനാല വന്ന് തുറക്കാൻ ശ്രമിക്കുമ്പോൾ ജനാലയും അടച്ചിട്ടേക്കാണ്. അവർക്ക് മാത്രമാണ് ഈ പ്രശ്നം നോക്കിക്കഴിഞ്ഞാൽ അടുത്തുള്ള എല്ലാ അപ്പാർട്ട്മെന്റിലെ ആളുകൾക്കും ഇതേ പ്രശ്നം തന്നെയാണ്. ഇതിന് കാരണം എന്താണ്, അതിനുശേഷം ഇവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നെല്ലാം ആദ്യം മുതൽ അവസാനം വരെയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി പറയുന്നൊരു മൂവി. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മറക്കാതെ ഒരു ലൈക്കും ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ കഥയുടെ തുടക്കത്തിലെ കഥയിലെ നായകനായിട്ടുള്ള മാർക്ക് രാവിലെ തന്നെ തന്റെ നെയ്ബറായിട്ടുള്ള ഒരുത്തന്റെ വിളി കേട്ടിട്ടാണ് എഴുന്നേൽക്കുന്നത്. ആ നെയ്ബർ ഇപ്പോൾ ചുമരിന്റെ അടുത്ത് നിന്നിട്ട് മാർക്കിനെ വിളിക്കുന്നുണ്ട്. പക്ഷെ മാർക്കത് വലിയ കാര്യമൊക്കെ അത് എഴുന്നേറ്റ് റൂമിലൂടെ നടന്നു പോകുമ്പോൾ അവിടെയുള്ള പവറെല്ലാം കട്ടായിട്ടുണ്ട്, ഒന്നും പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ ജനാല തുറക്കാന്ന് പറഞ്ഞ് ജനാലയുടെ അടുത്തേക്ക് വന്ന് അത് തുറക്കാൻ ശ്രമിക്കുമ്പോൾ ജനാലയും തുറക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് മാർക്ക് ശ്രദ്ധിക്കുന്നത് കുറച്ച് ദൂരെയായിട്ടുള്ള ഒരു ബിൽഡിങ്ങില് ഇതേപോലെ തന്നെ ജനാലയുടെ അടുത്ത് ആരോ ഒരാൾ രക്ഷപ്പെടാൻ വേണ്ടി ആ ജനാലയിൽ തട്ടുന്നുണ്ട്. പക്ഷെ മാർക്കിന് അത് നല്ലതുപോലെ മനസ്സിലാവാത്തത് കൊണ്ട് അവനത് കാര്യമൊക്കെ അത് നേരെ കോഫി ഉണ്ടാക്കാൻ വേണ്ടി ആ ടാപ്പ് തുറന്ന് വെള്ളം എടുക്കാൻ ശ്രമിക്കുമ്പോൾ വെള്ളവും വരുന്നില്ല. ഇതെന്ത് പറ്റിയെന്നറിയാതെ അവൻ നേരെ ഫ്രിഡ്ജിനടുത്തേക്ക് ചെന്നിട്ട് ഫ്രിഡ്ജ് തുറന്ന് അതിൽ നിന്ന് വെള്ളം കുടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും വെള്ളമില്ല. പാലാണെങ്കിലോ കേടായിപ്പോയി, അതുകൊണ്ട് പാലും കുടിക്കാൻ കഴിയത്തില്ല. ഇനിയിപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് പോയി. അങ്ങനെ ഉണങ്ങാനായിട്ട് ഇട്ടിരുന്ന തുണി ഉണങ്ങിയതും അതെടുത്ത് ഇടുമ്പോഴത്തേക്കാണ് അലാറം അടിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ അതിൽ ബാറ്ററി ചാർജ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് മാർക്ക് മനസ്സിലാക്കുന്നത് ഓഫീസിൽ പോകാനായിട്ട് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ തന്നെ പെട്ടെന്ന് എഴുന്നേറ്റ് ഡ്രസ്സ് എല്ലാം മാറി വെളിയിലേക്ക് ഇറങ്ങാൻ വരുമ്പോൾ അവന്റെ എക്സ് വൈഫ് ഉണ്ട്. അവള് വിളിച്ചിട്ട് നിങ്ങളൊരു ഭർത്താവാണോ, സ്വന്തം മകളുടെ കാര്യങ്ങളൊന്നും നോക്കാതെന്നും പറഞ്ഞ് ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും നല്ലതുപോലെ വഴക്കുണ്ടാകും. അപ്പോൾ മാർക്ക് പറയും ഞാൻ ഇതെല്ലാം പിന്നെ പറയാം, ഇപ്പൊ എനിക്ക് സമയമില്ലാന്ന് പറഞ്ഞ് അവൻ ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോൾ ഡോർ തുറക്കുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും ഡോർ തുറക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് മാർക്ക് ശ്രദ്ധിക്കുന്നത് ആ ഡോറിന് താഴെയായിട്ട് എന്തോ തരത്തിലുള്ള ഒരു കാര്യം വെച്ച് ഈ ഡോർ ഒട്ടിച്ചേക്കാണ്. അതുകൊണ്ടാണ് ഡോർ തുറക്കാൻ കഴിയാത്തത്. അങ്ങനെ അവന്റെ കയ്യിലുള്ള ആ ഫോണിൽ എന്തോ ഒരു ശബ്ദം കേട്ട് ഫോൺ അങ്ങ് കട്ടാവുന്നതും മാർക്ക് നേരെ ലാൻഡ് ഫോണിന്റെ അടുത്തേക്ക് ചെന്ന് അതിൽ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ അതും വർക്കാവുന്നില്ല, സിഗ്നൽ കിട്ടുന്നില്ല. അങ്ങനെ മാർക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരെ ആ ജനാലിന്റെ അടുത്തേക്ക് വന്നിട്ട് മറ്റുള്ള അപ്പാർട്ട്മെന്റിൽ നോക്കുമ്പോൾ എല്ലാ അപ്പാർട്ട്മെന്റിലും ഇതുപോലെ തന്നെ അവിടെയുള്ളവർ വീടിനകത്ത് പെട്ടുകിടക്കാണ്, ആർക്കും പുറത്തേക്ക് പോകാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ മാർക്ക് മനസ്സിലാക്കും തനിക്ക് മാത്രമല്ല ഈ സിറ്റിയിലുള്ള പല അപ്പാർട്ട്മെന്റിലെ എല്ലാ ആളുകൾക്കും ഈ കാര്യം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതുമല്ല താഴെ നോക്കുമ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തൊക്കെയോ സ്യൂട്ടുകളൊക്കെ ഇട്ടിട്ട് ഒന്ന് രണ്ടുപേരും നടക്കുന്നുണ്ട്. അവരെന്താണ് അവിടെ ചെയ്തതെന്ന് അറിയത്തില്ല. അങ്ങനെ മാർക്ക് തന്റെ അയൽക്കാരനായിട്ട് സംസാരിക്കാൻ ശ്രമിക്കും. പക്ഷെ ഇവരുടെ നടുവിലുള്ള ആ ചുമരുള്ളത് കൊണ്ട് തന്നെ ഇവർ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ കുറെ നേരം നിന്നിട്ട് മാർക്ക് ഇപ്പോൾ കുറച്ച് ടൂളെല്ലാം എടുത്തുകൊണ്ട് വന്ന് ആ പശയുണ്ടല്ലോ അത് അടിച്ചിളക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ചുറ്റിയൽ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കാണ് അവന്റെ കയ്യിലേക്ക് ചുറ്റിയൽ കൊണ്ട് നല്ലതുപോലെ മുറിയുന്നുണ്ട്. അപ്പോഴാണ് മാർക്കിന്റെ ഇന്റർകോം ഉണ്ടല്ലോ അതിലൂടെ ആരും സംസാരിക്കുന്നു. അതിൽ പറയുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങൾ സമാധാനമായിട്ട് വീടിനകത്ത് തന്നെ കഴിയണം, കാരണം ഈ വെളിയിലത്തെ അവസ്ഥ ഇപ്പോൾ ആർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അങ്ങനെ അത് കേൾക്കുന്നത് മാർക്ക് തന്റെ കയ്യിലുള്ള ആ മുറിവുണ്ടല്ലോ അത് കെട്ടിവെക്കാൻ വേണ്ടി ഒരു തുണിയെല്ലാം എടുത്ത് കൈ ഇങ്ങനെ കെട്ടിവെക്കുമ്പോഴത്തേക്കാണ് ഇവന്റെ ചുമര് നല്ലതുപോലെ കുലുങ്ങുന്നുണ്ട്. ഫോട്ടോ എല്ലാം താഴെ വീഴുന്നു. നോക്കുമ്പോൾ ആ ചുമരും തകർത്ത് രണ്ടുപേരും അകത്തേക്ക് കയറിവരാണ്. സാമും അതേപോലെ തന്നെ അവന്റെ സഹോദരൻ നിക്കും. അങ്ങനെ സാം അകത്തേക്ക് കയറി വന്നിട്ട് നേരെ ആ ജനാല തുറക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ജനാലയും സീൽ ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ അവന് നല്ല ദേഷ്യമായി. ഇപ്പൊ മാർക്കാണെങ്കിലോ സാമിന്റെ റൂമിലേക്ക് വന്നിട്ട് അവന്റെ ഡോർ തുറക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ അതും സീൽ ചെയ്ത് വെച്ചേക്കാണ്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഇവരോടൊപ്പം തന്നെ സാലി അതേപോലെ തന്നെ എയ്ഡൻ ഇങ്ങനെ രണ്ടുപേരും കൂടി വരുന്നത്. ഇവരും ഇതുപോലെ ചുമര് തകർത്തിട്ട് തന്നെയാണ് ഈ വീടിനകത്തേക്ക് വന്നിട്ടുള്ളത്. എന്നിട്ട് ഇവരും അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അതിൽ എയ്ഡൻ പറയും ഗവൺമെന്റ് എന്തായാലും സിഗ്നൽ എല്ലാം കട്ട് ചെയ്തേക്കാണ്, അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് വെളിയിലേക്ക് ആരെയും വിളിക്കാനായിട്ട് കഴിയത്തില്ല എന്നെല്ലാം പറഞ്ഞിട്ട് എയ്ഡന് നല്ല ദേഷ്യം വന്ന് അവനിപ്പോ ഈ തകർത്തോണ്ട് വന്നല്ലോ. അങ്ങനെ ഓരോ അപ്പാർട്ട്മെന്റിലൂടെയും നടന്ന് നോക്കാണ് സിഗ്നൽ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി. അതേസമയം മാർക്കിന്റെ വീട്ടിലുള്ള ആ ഇന്റർകോമില് നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, എല്ലാവരും സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാർക്ക് തിരിച്ച് മറുപടി പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതാണെങ്കിലോ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴാണ് സാലി മാർക്കിന്റെ കൈ മുറിഞ്ഞിരിക്കുന്നത് കാണുന്നത്. അതുമല്ല അവളൊരു നേഴ്സ് ആയതുകൊണ്ട് തന്നെ മാർക്കിന്റെ കൈ പിടിച്ചു വെച്ച് അതിൽ മരുന്നെല്ലാം വെച്ച് ഇങ്ങനെ കെട്ടുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ സാം ഉണ്ടല്ലോ അവനിപ്പോ ഇവിടെ നിന്നും അടുത്ത റൂമിലേക്ക് പോകാൻ വേണ്ടി അവിടെയുള്ള ചുമരി ഇടിച്ചങ്ങ് തകർക്കാണ്. അപ്പോൾ നമ്മുടെ മാർക്ക് ഈ ഇന്റർകോമിന്റെ അടുത്ത് നിൽക്കുമ്പോൾ അവിടെ നിന്ന് മറ്റൊരു മറുപടി വരുന്നുണ്ട്, എല്ലാവരും സമാധാനമായിട്ടിരിക്കണം, മെഡിക്കൽ ടീം ഉടനെ തന്നെ ഇവിടേക്ക് വരുന്നുണ്ടെന്ന്. അങ്ങനെ അതുകൂടി കേൾക്കുന്നതും സാം ഈ ചുമരിടിച്ച് തകർത്തത് കൊണ്ട് തന്നെ ഇവരെല്ലാവരും കൂടി അടുത്ത അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ വയസ്സായിട്ടുള്ള അമ്മൂമ്മ ബോധമില്ലാതെ കിടക്കാണ്. ഇത് കണ്ട എല്ലാവരും ഓടി ചെന്നിട്ട് ആ അമ്മൂമ്മ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ മരിച്ചിട്ടില്ല. എന്തായാലും പെട്ടെന്ന് തന്നെ കണ്ണു തുറക്കുന്നുണ്ട്.
അങ്ങനെ അമ്മമ്മ എഴുന്നേറ്റ് എല്ലാവരും അവിടെ ഇരിക്കുമ്പോൾ ഈ വെളിയിൽ എന്തോ ഒരു കാര്യം കണ്ട് ജനാല വഴി നോക്കുമ്പോഴത്തേക്കാണ് താഴെ ആ പ്രത്യേക സ്യൂട്ടെല്ലാം ഇട്ട ആളുകളുണ്ടല്ലോ അവര് ഒരു മെഡിക്കൽ സെന്റർ പോലെ ഒരു ടെന്റ് ലൈൻ അടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വണ്ടികളും കൂടാതെ ആ ബിൽഡിംഗ് മുഴുവനായിട്ടും ഡീകണ്ടാമിനേറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ബിൽഡിങ്ങിനുള്ളിൽ നിന്നും കുറെ ആളുകളെ അവർ വെളിയിലേക്ക് കൊണ്ടുവരുന്നു. അവരെല്ലാവരും നേരെ ആ ടെന്റിനകത്തേക്കും കൊണ്ടുപോകുന്നുണ്ട്. അതുമല്ല ഇവർ ശ്രദ്ധിക്കുമ്പോൾ അടുത്ത അപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ അവിടെയുള്ള ആളുകളെല്ലാം ചുമക്കുന്നത് ഇവർ കാണുന്നുണ്ട്. അപ്പോഴേക്കാണ് നമ്മുടെ സാം ഒരുപക്ഷെ ഇത് ടെററിസ്റ്റ് അറ്റാക്ക് വല്ല ആയിരിക്കും അത് വേറെ എന്തെങ്കിലും ആണോ എന്ന് ചോദിക്കുമ്പോൾ സാമിന് നല്ല ദേഷ്യം വന്നിട്ട് എയ്ഡനെ പിടിച്ചിടിക്കാനായിട്ട് നിൽക്കും. അപ്പോഴാണ് ഇവിടെയുള്ള ഇന്റർകോമിലെ ഒരു കാര്യം പറയുന്നത് ഇതുപോലെ ഈ സ്ഥലങ്ങൾ മുഴുവനായിട്ടും ഗ്യാസ് പടർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നതും ഈ അമ്മൂമ്മയാണെങ്കിലോ അത് കേൾക്കാതെ പെട്ടെന്നൊരു സിഗരറ്റ് എടുത്ത് വലിക്കാനായിട്ട് വരുമ്പോൾ ഇത് കണ്ട ഹീറോ മാർക്കുണ്ടല്ലോ അവൻ ഓടി വന്ന് അതങ്ങ് പിടിച്ചു വാങ്ങും. അപ്പോഴാണ് ഈടം പറയുന്നത് ഇവർ പറയുന്നത് പോലെ ഇതൊരു ഗ്യാസ് ലീക്ക് ആവാൻ സാധ്യതയില്ല, അവർ നമ്മളോട് കള്ളം പറയാണെന്ന് പറയുമ്പോൾ മാർക്ക് പറയും അതെ നീ പറഞ്ഞത് ശരിയാണ്, ഞാനത് വിശ്വസിക്കുന്നുണ്ടെന്ന് പറയും. അതും കൂടാതെ ഇവർ താഴെ നോക്കുമ്പോഴത്തേക്കും ഒരു കൊതുകുണ്ടല്ലോ അതും പറന്ന് താഴെ വീണ് ചാവുന്നുണ്ട്. അങ്ങനെ കുറേ നേരം കഴിയുമ്പോഴത്തേക്കും ഇവർ താഴേക്ക് നോക്കുമ്പോൾ ഈ ബിൽഡിങ്ങിനുള്ളിൽ നിന്നും ഒരുപാട് ആളുകളെ വെളിയിലേക്ക് കൊണ്ടുവരാണ്. എന്നിട്ട് എല്ലാവരെയും ആ ടെന്റിനകത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഇതിനകത്ത് നിന്ന് കൊണ്ടുവരുന്ന ഒരു മനുഷ്യൻ അയാൾ പേടിച്ച് ഓടാൻ ശ്രമിക്കുന്നതും പെട്ടെന്ന് അയാളുടെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് അയാളെ അവിടെ വെച്ച് കൊല്ലുന്ന ഒരു സ്നൈപ്പർ. ഇതുകൂടി കാണുന്നതും എല്ലാവരും പേടിച്ചു പോവും. അടുത്തുള്ള അപ്പാർട്ട്മെന്റിലെ എല്ലാവരും ഇത് കണ്ട് പെട്ടെന്ന് തന്നെ ആ ജനാലയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കാണ്. അതുമല്ല ഇത് കണ്ടിട്ട് ഒരുപാട് പേര് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് അവരെ പിടിക്കാൻ വേണ്ടി. ആ സ്യൂട്ടിട്ടവര് പുറകെ തന്നെ പോകുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ട് ഇവർ അടുത്തുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ നോക്കുമ്പോൾ അതിനകത്തേക്ക് കയറിയിട്ടുള്ള ഈ സ്യൂട്ടിട്ട ആളുകളുണ്ടല്ലോ അവര് അതിനകത്ത് നിൽക്കുന്ന എല്ലാവരെയും പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ഇതുകൂടി കാണുമ്പോഴത്തേക്കാണ് നമ്മുടെ മാർക്ക് പറയുന്നത് ഓക്കെ നമ്മൾ എല്ലാവരും ഇപ്പോൾ പ്ലാൻ ചെയ്തേ മതിയാവും. അവർ ഇവിടേക്ക് വന്ന് നമ്മളെ പിടിച്ചോണ്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം, നിങ്ങൾ എല്ലാവരും അതിന് സമ്മതമാണെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഓക്കെ എന്ന് പറയും. അപ്പോഴാണ് ഏടൻ പറയുന്നത് എനിക്ക് ആ സ്നൈപ്പറിനെ നല്ല പേടിയുണ്ടെന്ന് പറയുമ്പോൾ ഓക്കെ അതൊന്നും കുഴപ്പമില്ല, എന്തായാലും നമുക്ക് രക്ഷപ്പെട്ട് പോകാമെന്ന് പറഞ്ഞ് നമ്മുടെ മാർക്ക് പറയും എനിക്ക് കുറച്ച് കെമിക്കൽസ് വെച്ചിട്ട് ഒരു ലിക്വിഡ് ഉണ്ടാക്കാൻ അറിയാം, അതെടുത്ത് ഇവിടേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഡോറിലെ പശ പോകാനായിട്ട് ചാൻസ് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇവർ ആ കെമിക്കൽസ് എല്ലാം മിക്സ് ചെയ്തിട്ട് ഡോറിനടുത്തേക്ക് കൊണ്ടുവന്ന് ഒഴിക്കുകയാണ്. അങ്ങനെ ഒഴിക്കുമ്പോൾ നല്ല രീതിയിൽ പുക ഉണ്ടാവുന്നുണ്ട്. അത് അവർക്ക് ശ്വസിക്കാനായിട്ട് കഴിയത്തില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ എല്ലാവരും തുണിയെല്ലാം ഉപയോഗിച്ചിട്ട് അവരുടെ മുഖമെല്ലാം മറച്ച് അത് കഴിഞ്ഞ് ഈ ഡോർ വലിച്ച് തുറക്കാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോഴും ഡോറ് ടൈറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇവർ വീണ്ടും ആ ജനാലയെടുത്തേക്ക് ഒന്ന് നോക്കുമ്പോൾ അടുത്ത ബിൽഡിങ്ങിന് ആളുകളെ ഓരോരുത്തരെയായിട്ട് ഈ ടെന്റിനകത്തേക്ക് കൊണ്ടുവരുന്നു. ടെന്റിനകത്ത് കാണിക്കുമ്പോൾ ഒരുപാട് പേര് അതിനകത്ത് നിന്നും വെളിയിലേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഓടുന്നവരെല്ലാം ആ സ്നൈപ്പർ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. അതേപോലെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആളുകൾ അവരെല്ലാവരെയും കൊല്ലുന്നുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും ഈ ബിൽഡിങ്ങിന് താഴെ നടക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതിനകത്ത് നമ്മുടെ മാർക്കും ബാക്കിയുള്ളവരും ആ ഡോർ തുറക്കാനായിട്ട് ശ്രമിച്ച് ഒരു വിധത്തില് അവർ ആ ഡോർ തുറക്കുന്നുണ്ട്. അങ്ങനെ ഡോർ തുറന്ന് പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് സാമിന്റെ സഹോദരൻ നിക്ക് ഉണ്ടല്ലോ അവനെ കാണുന്നില്ല. അവനെവിടെയെന്നും പറഞ്ഞിട്ട് എല്ലാവരും ഈ അപ്പാർട്ട്മെന്റിൽ അന്വേഷിക്കുമ്പോൾ നിക്ക് പേടിച്ചിട്ട് വെന്റിലേഷൻ ഉണ്ടല്ലോ അതിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിലൂടെ വെളിയിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കും. അങ്ങനെ അവനിപ്പോൾ മറ്റൊരു അപ്പാർട്ട്മെന്റിന്റെ മുകളിലൂടെ പോകുന്നതും ആ അപ്പാർട്ട്മെന്റിലെ ഒരു സ്ത്രീ അവർക്കാണെങ്കിൽ നേരെ നിൽക്കാൻ പോലും കഴിയുന്നില്ല. അവർ പെട്ടെന്ന് താഴേക്ക് വീഴുമ്പോൾ ഇവിടെ വന്നവർക്ക് മനസ്സിലായി അവരെന്തായാലും ലെവൽ 3-ലാണെന്ന്. അതുകൊണ്ട് തന്നെ ഈ ഒരു അപ്പാർട്ട്മെന്റ് സീൽ ചെയ്യാന്ന് പറഞ്ഞ് അവർ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോഴേക്കും തന്നെ സാം നിക്കിനെ കണ്ടുപിടിച്ചിട്ട് അവനെ വെളിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു തുണി എടുത്ത് അകത്തേക്ക് ഇട്ട് കൊടുക്കാണ്. ഇത് കണ്ട നിക്കാണെങ്കിലോ ആ തുണിയിൽ പിടിച്ച് പോകാനായിട്ട് വരുമ്പോൾ ശബ്ദം കേട്ട ആ സ്യൂട്ട് ധരിച്ചവര് പെട്ടെന്ന് ഓടി വന്നിട്ട് നിക്കിനെ അവിടെ നിന്നും വലിച്ചെടുത്ത് കൊണ്ടുപോകുന്നു. അങ്ങനെ ഇത് കാണുന്നത് നമ്മുടെ സാമും മാർക്കും പെട്ടെന്ന് തന്നെ വീടിന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഈ പടിക്കെട്ട് വഴി താഴേക്ക് ഓടി വരും. അപ്പോൾ നമ്മുടെ നിക്കിനെ അവർ കൊണ്ടുപോകുന്നത് കാണുന്നതും സാം ഓടി വന്ന് അതിലുള്ള ഒരുത്തനെ നല്ലതുപോലെ തന്നെ ഇടിച്ചിടിച്ച് അവനെ അവിടെ വെച്ച് കൊല്ലുകയാണ്. അപ്പോൾ ഒരാളാണെങ്കിൽ പേടിച്ചതെല്ലാം കണ്ട് നിൽക്കുമ്പോൾ ആ ഒരാളെ മാത്രമേ ഇവർ പിടിച്ചിട്ട് നേരെ ഇവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകും. മാർക്കാണെങ്കിൽ നിക്കിനെ നല്ലതുപോലെ പരിശോധിക്കുന്നുണ്ട്, അവന് കുഴപ്പമൊന്നുമില്ല. അതേസമയം ഈ അപ്പാർട്ട്മെന്റിലെ സാലിയും എയ്ഡനും ഇവർ രണ്ടുപേരും വഴക്കിടുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് തോന്നുന്നു. അങ്ങനെ അതും പറഞ്ഞിട്ട് രണ്ടുപേരും വഴക്കിട്ട് എയ്ഡന്റെ ഫോൺ ഉണ്ടല്ലോ അത് സാലി തട്ടി കളയുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഇവർ പിടിച്ചുകൊണ്ടുവന്ന ആ ഒരു വർക്കർ ഉണ്ടല്ലോ അയാളെ അകത്തേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ആ ഒരാളെ പിടിച്ച് താഴേക്കിട്ട് അയാളുടെ ബാഗെല്ലാം നല്ലതുപോലെ പരിശോധിക്കുമ്പോൾ ബാഗിലെ ഗ്രനേഡ് ഉണ്ടല്ലോ അതൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് അയാളെ പിടിച്ച് അയാളുടെ ദേഹത്ത് ഇതുപോലെ ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരാളെ കിട്ടിയെന്നും പറഞ്ഞിട്ട് എഴുതി ഇങ്ങനെ കാണിക്കുകയാണ്. അങ്ങനെ ഇത് അടുത്തുള്ള നെയ്ബേഴ്സും അതേപോലെ തന്നെ താഴെയുള്ള വർക്കർമാരും കാണുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ സാം ആ ഒരാളെ പിടിച്ച് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അതൊരാളല്ല, അതൊരു പെണ്ണായിരുന്നു. അതുമല്ല പെട്ടെന്ന് തന്നെ അവളുടെ വാക്കി ടോക്കിയിലേക്ക് ആരോ വിളിക്കുന്നതും മാർക്ക് അതെടുത്ത് ചെവിയിൽ വെക്കുമ്പോഴത്തേക്കാണ് അതിൽ പറയുന്നത് സിറ്റുവേഷൻ ഇപ്പോൾ ഔട്ട് ഓഫ് കൺട്രോൾ ആണ്, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാർക്ക് എതിർവശത്ത് നിന്ന് സംസാരിക്കുന്ന അയാളോട് തിരിച്ച് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ മറുപടി ഒന്നും പറയുന്നില്ല. കാരണം സിവിലിയൻ ആയിട്ടുള്ള ആളുകളോട് അയാൾ സംസാരിക്കാൻ താല്പര്യമില്ല, അയാളുടെ വർക്കർമാരോട് മാത്രമേ സംസാരിക്കത്തുള്ളൂ.
അങ്ങനെ മാർക്ക് ആ റേഡിയോ നേരെ ആ സ്ത്രീയുടെ കയ്യിൽ കൊടുക്കാനായിട്ട് വരുമ്പോൾ സാമു പെട്ടെന്ന് അത് പിടിച്ചു വാങ്ങി. നിങ്ങൾക്ക് ഇവരെ വേണമെന്നുണ്ടെങ്കിലേ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ അയാളോട് പറയുന്നുണ്ട്. അങ്ങനെ കുറെ നേരം അയാളോട് അലറി വിളിച്ച് സംസാരിക്കുമ്പോൾ അയാളാണെങ്കിലോ പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുന്നതും സാമിന് മതിയായി. അത് കഴിഞ്ഞിട്ടാണ് ഇവര് ആ പെണ്ണിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോഴാണ് അവളുടെ പേര് പറയുന്നത് ഹെയ്സൽ എന്ന്. അതുമല്ല ഇവർ ഈ സ്യൂട്ട് ധരിക്കാൻ കാരണം ഞങ്ങൾ ആളുകളെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവരാരും ഇതിന് സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ കയ്യിൽ ആയുധമെല്ലാം വെച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തി ഞങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അപ്പോഴേക്കും മാർക്ക് എന്താ ചെയ്യുന്നത് വെച്ചാല് അവളുടെ ആ ഒരു സ്യൂട്ട് ഉണ്ടല്ലോ അത് അഴിക്കാൻ ശ്രമിക്കും. പക്ഷെ അവൾ സമ്മതിക്കത്തില്ല. പെട്ടെന്ന് തന്നെ തട്ടിക്കളയുന്നുണ്ട്. ഇവിടെയാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്. സത്യത്തിലെ ഈ സ്ഥലം മുഴുവനായിട്ടും ഒരു വൈറസ് ബാധിച്ചിട്ടുണ്ട്. അതും നിമിഷ നേരം കൊണ്ടാണ് അതെല്ലായിടത്തും ബാധിച്ചിട്ടുള്ളത്. കൂടാതെ അത് വായുവിലൂടെയാണ് എല്ലാവരുടെ ഉള്ളിലേക്ക് കയറുന്നത്. കൂടാതെ അത് ശ്വസിക്കുമ്പോഴത്തേക്കാണ് മറ്റൊരാളിൽ നിന്നും വേറൊരാളിലേക്ക് മാറുന്നത്. അതും പെട്ടെന്ന് തന്നെ. 1 മാസത്തിന് മുന്നെയാണ് ഈ വൈറസ് ഇവിടെ എല്ലാം ബാധിച്ചു തുടങ്ങിയത്. അത് ഇത്രയും പെട്ടെന്ന് എല്ലാവരിലേക്ക് എത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത് പെട്ടെന്ന് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും പേടിക്കും. അങ്ങനെ പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതുപോലെ ഓരോ വീട്ടിൽ നിന്നും ഓരോരുത്തരായിട്ട് പിടിച്ച് അവരെല്ലാവരും ചെക്ക് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. കൂടാതെ ഈ വൈറസ് ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നല്ലതുപോലെ ചുമയ്ക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് ഓരോ സൈനുകളായിട്ട് നമ്മുടെ ശരീരത്തിൽ അത് കാണിക്കും. പിന്നെ പതിയെ പതിയെ ഓരോ ഓർഗൻസ് ആയിട്ട് നശിച്ച് അവസാനം അവർ മരണത്തിൽ കീഴടങ്ങും. അതുപോലെ സയന്റിസ്റ്റുകളെല്ലാം ഇതിനുള്ള മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കേട്ട സാം ഉണ്ടല്ലോ അവനാണെങ്കിൽ ആകെ വിരളി പിടിച്ചിരിക്കുകയല്ലേ. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് ഹെയ്സലിന്റെ ആ ഒരു സ്യൂട്ട് അതങ്ങ് കട്ട് ചെയ്ത് വിടും. ഇതുകൂടെ ആവുന്നത് ഹെയ്സൽ എന്താ ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് ഒരു മരുന്നെടുത്ത് അവളുടെ ദേഹത്തേക്ക് കുത്തിവെക്കുന്നുണ്ട്. അതൊരു വാക്സിനാണ്. പക്ഷേ അതൊരു പ്രോട്ടോടൈപ്പാണ്. കാരണം അവൾക്ക് തന്നെ അത് വർക്ക് ചെയ്യുമെന്നത്ര ഉറപ്പില്ല. എന്നിട്ട് അവൾ പറയും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മളെല്ലാവരും ഇതിനകത്ത് തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലത്, അതും കുറച്ചു നേരത്തേക്ക്. അങ്ങനെ ഈ കാര്യം പറഞ്ഞു കഴിയുന്നതും ഇപ്പോൾ വൈകുന്നേരമായി. അപ്പോഴാണ് ഇതിനകത്തുള്ള എല്ലാവരും ആ വാക്സിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങുന്നത്. അതുമല്ല അവളുടെ കയ്യിലുള്ള ആ വാക്സിൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറയുമ്പോൾ അതിന്റെ ഡോസേജ് അളവ് കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ ഇവരെല്ലാവരും ഓരോന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഹെയ്സൽ ഉണ്ടല്ലോ അവളുടെ കയ്യിൽ ആ ഒരു കെട്ടടിച്ചിട്ട് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇത് കണ്ട സാമാണെങ്കിലോ പെട്ടെന്ന് ഓടി വന്ന് അവളെ പിടിച്ച് താഴേക്ക് തള്ളിയിട്ട് അവളെ അടിക്കാൻ തുടങ്ങുന്നു. കാരണം ഇവനെല്ലാം ഭ്രാന്തനെ പോലെ കിടന്ന് പെരുമാറാണ്, അത്രയും വയലന്റ് ആയിട്ട്. ഇത് കണ്ട എല്ലാവരും സാമിനെ പിടിച്ച് മാറ്റുമ്പോൾ അവൻ സമ്മതിക്കുന്നില്ല. ഇതിനിടയിൽ നിക്ക് അടുത്തേക്ക് വരുമ്പോഴത്തേക്കും നിക്കിനും ഒരു അടി കിട്ടുന്നുണ്ട്. അങ്ങനെ നിക്ക് മാറിയിരുന്ന് നല്ലതുപോലെ കരയാൻ തുടങ്ങും. കുറെ കഴിയുമ്പോഴത്തേക്കും എയ്ഡൻ ഉണ്ടല്ലോ അവൻ ഇപ്പോഴും ആ ഒരു റേഡിയോ കയ്യിൽ തന്നെ വെച്ചേക്കാണ്, കാരണം ആരെങ്കിലും സംസാരിക്കാൻ വേണ്ടി. അങ്ങനെ എല്ലാവരും അവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഹെയ്സൽ ഒരു കാര്യം പറയുന്നത്. കുറച്ച് വാക്സിൻ ഒരു ടെസ്റ്റിംഗ് കിറ്റിലായിട്ട് ഇവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന വേറൊരാളുടെ കയ്യിലിരിപ്പുണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും കുറച്ച് സന്തോഷിക്കും. ആ സമയത്താണ് ഇവരെല്ലാവരും താഴേക്ക് നോക്കുമ്പോൾ അടുത്തുള്ള അപ്പാർട്ട്മെന്റിലുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ അവരെല്ലാവരും ദേഷ്യം കാരണം വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. കാരണം ഇവിടെ വർക്ക് ചെയ്യുന്നവരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവരോടുള്ള ആ ഒരു ദേഷ്യം കാരണം. അതുപോലെ ഇവരെല്ലാവരും ഹെയ്സല് മുകളിലുണ്ടെന്ന് മനസ്സിലാക്കി അവളെ അന്വേഷണം വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ മാർക്കിന്റെ വീടിന്റെ വെളിയിൽ ഒരു ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നു. ഇതുപോലെ ഞങ്ങളുടെ മകൾക്ക് അസുഖം ബാധിച്ചിട്ടുണ്ട്, അവളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകണം. അല്ലാന്നുണ്ടെങ്കിലേ അകത്ത് നിൽക്കുന്ന ആ ഒരു വർക്കറല്ലേ അയാളോട് വാക്സിൻ എവിടെയാണെന്നുള്ള കാര്യം ഒന്ന് ചോദിക്കണം, അതെവിടെയാണെന്ന് പറഞ്ഞു തന്നാൽ മതി എന്ന് പറയുമ്പോൾ മാർക്ക് പറയും സോറി ഹെയ്സലിന് വാക്സിൻ എവിടെയാണെന്നുള്ള കാര്യം അറിയത്തില്ല, ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ അയാൾ ഒരിക്കലും സമ്മതിക്കത്തില്ല. വെളിയിൽ നിൽക്കുന്ന അയാൾ പോകാനായിട്ട് തയ്യാറല്ല. അപ്പോൾ മാർക്ക് പറയും നിങ്ങൾ വേറെ ആരോടെങ്കിലും ചോദിക്കുക, ഇതുപോലെ ഒരുപാട് വർക്കർമാർ വെളിയിലുണ്ടല്ലോ. അപ്പോഴാണ് അയാൾ പറയുന്നത് അതിന് വേറെ ഒരു വർക്കർമാരും വെളിയിലില്ല, അവരെല്ലാവരെയും കൊന്നു, ഇനി ബാക്കിയുള്ളത് ഹെയ്സൽ മാത്രമാണ് എന്നുള്ള കാര്യം പറയുന്നതും അവളെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടി അവളെ പിച്ച് ചീന്തി കൊല്ലും. അപ്പൊ ഇവർക്കാർക്കും ഇതുവരെയും ആ ഒരു അസുഖം ബാധിച്ചിട്ടില്ല. വീടിനകത്ത് നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർക്ക് ഈ വൈറസ് എന്തായാലും അവരെ ബാധിക്കും. അതുപോലെ വെളിയിൽ നിന്ന് സംസാരിച്ചത് സത്യത്തിൽ ഭാര്യയും ഭർത്താവും ഒന്നല്ലായിരുന്നു, ഈ വർക്കറിനെ കിട്ടാൻ വേണ്ടി ഹെയ്സലിനെ കിട്ടാൻ വേണ്ടി ആളുകളുണ്ടല്ലോ അവരായിരുന്നു. ഇവരാണെങ്കിൽ പെട്ടെന്ന് ഡോർ ഇടിച്ച് തുറക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിനകത്ത് നിൽക്കുന്നവർക്ക് അസുഖം പിടിക്കാതിരിക്കാൻ വേണ്ടി അവർ ഡോർ തുറക്കാനും തയ്യാറല്ല. അങ്ങനെ ഇതുകൂടിയാവുന്നത് നമ്മുടെ സാം ഹെയ്സലിനെ അങ്ങനെ പിടിച്ച് വലിച്ചഴച്ച് ഈ ആളുകളുടെ അടുത്തേക്ക് കൊണ്ടിടാൻ പോവാണ്. എന്നിട്ട് പറയും ഇവൾ അവരെന്തുണെങ്കിലും ചെയ്യട്ടെ കൊണ്ടിടാന്ന് പറയുമ്പോൾ ഹെയ്സൽ പറയും നിങ്ങൾ എന്നെ അങ്ങനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഞാൻ അവരോട് പറയും വാക്സിൻ ഇതിനകത്തുണ്ടെന്ന്, അതുകൊണ്ട് നിങ്ങൾ അവരെ തടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസുഖം വരുമെന്ന് പറയുമ്പോൾ ഇപ്പൊ മാർക്കും സാമും പതിയെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഇവരകത്തേക്ക് വരാനുള്ള ഒരു ഭാഗമുണ്ട്, അത് നല്ലതുപോലെ തന്നെ അടയ്ക്കാൻ ശ്രമിക്കുന്നു. ഈ സമയത്താണ് ഇവിടെ ഉള്ളിൽ ഹെയ്സൽ ഉണ്ടല്ലോ അവളിപ്പോ ഏഡനോട് പറയും എന്നെ ഇവിടെ നിന്നും പോകാനായിട്ട് അനുവദിച്ചു കഴിഞ്ഞാലേ വാക്സിനുള്ള ഒരു ചെക്ക് പോയിന്റ് ഉണ്ട്, ആ സ്ഥലം എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറയുമ്പോൾ ഏഡൻ അത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൻ അവളുടെ കെട്ടഴിക്കാണ്ട് വരുമ്പോഴത്തേക്കാണ് നിക്കുണ്ടല്ലോ അവൻ അകത്തേക്ക് കയറി വരുമ്പോൾ അവൾ അവനെ തടഞ്ഞിട്ട് ഇല്ല ഇപ്പൊ വേണ്ട പിന്നെ മതി എന്നുള്ള രീതിയിൽ ഇവര് മാറി നിൽക്കും. ഇവിടെ നമ്മുടെ സാലി, സാം, മാർക്ക് ഇവരെല്ലാവരും ആ ഡോറിനടുത്തേക്ക് വന്ന്
മറ്റുള്ളവരാരും അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോഴേക്കാണ് വെളിയിൽ നിന്ന് ഒരുത്തൻ പെട്ടെന്ന് ആ ഡോറിന്റെ ഗ്ലാസ് ഇടിച്ച് പൊട്ടിച്ച് സാലി അങ്ങനെ പിടിക്കുന്നതും അവളുടെ കഴുത്തില് ഈ ഗ്ലാസ് കൊണ്ട് നല്ലതുപോലെ മുറിയുന്നുണ്ട്. അങ്ങനെ മാർക്കും സാമും പെട്ടെന്ന് തന്നെ സാലിയെ എടുത്തിട്ട് നേരെ റൂമിനകത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് അവളെ രക്ഷിക്കാൻ വേണ്ടി ഹെയ്സലും അവളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അധികം നേരം നിൽക്കാൻ കഴിയത്തില്ല, കാരണം അവളുടെ കഴുത്തിൽ നിന്നും ഒരുപാട് രക്തം വെളിയിൽ പോയിട്ടുണ്ട്. അങ്ങനെ സാലി അവിടെ വെച്ച് മരിക്കാണ്. ഇവരുടെ കൂടെയുള്ള ഒരേ ഒരു നേഴ്സ് അവൾ മാത്രമായിരുന്നു. ഇപ്പൊ അവളും മരിച്ചു. അങ്ങനെ ഇത് കണ്ട ഏടനാണെങ്കിലോ സങ്കടം സഹിക്കാൻ കഴിയാതെ അവൻ അടുത്ത അപ്പാർട്ട്മെന്റിലേക്ക് ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ ഇവരാണെങ്കിലോ സാലിയുടെ ശരീരം ഒരു കവറലായിട്ട് മൂടിയിട്ട് എഴുന്നേറ്റ് പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് എയ്ഡനെ കാണാനില്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നത്. ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കാണ് മറ്റൊരു കാര്യം, എയ്ഡൻ ഹെയ്സലിന്റെ ആ ഒരു സ്യൂട്ട് ഉണ്ടല്ലോ, അത് ഇവരാരും അറിയാതെ അതും എടുത്ത് ധരിച്ച് അവന്റെ കയ്യിൽ ആ വാക്സിന്റെ പകുതി ഉണ്ടായിരുന്നു, അതും എടുത്ത് തന്റെ ശരീരത്തിലേക്ക് കുത്തിവെച്ചിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൻ ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് ഇറങ്ങും. പക്ഷെ താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് മറ്റൊരു കാര്യം, എല്ലാ ജനങ്ങളും ദേഷ്യമായിട്ടിരിക്കുകയാണല്ലോ ഇവരെ കണ്ടു കഴിഞ്ഞാൽ കൊല്ലാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ എയ്ഡനെ പിടിച്ച് അവർ നല്ലതുപോലെ അവനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ തന്നെ ആ വാക്സിൻ എവിടെയാന്നുള്ള കാര്യം ചോദിക്കാനും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് എയ്ഡന് രക്ഷപ്പെട്ടു പോകാനായിട്ട് വേറെ വഴിയില്ല. അപ്പോ ഇതിന് മുകളിൽ ഒളിച്ചിരിക്കുന്ന സ്നൈപ്പർ ഉണ്ടല്ലോ, ആ സ്നൈപ്പർ ചുറ്റിനുള്ള എല്ലാവരെയും ഷൂട്ട് ചെയ്ത് കൊല്ലും. അത് കഴിഞ്ഞ അവസാനം എയ്ഡനെയും കുറച്ചു നേരം നോക്കിയിട്ട് അവന്റെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് അവനെയും കൊല്ലാണ്. അങ്ങനെ ഇത് കൂടി കാണുന്നതും ഇതിനകത്തുള്ള എല്ലാവർക്കും ആകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ കുറേ നേരം അവരൊന്നും മിണ്ടാതെ തന്നെ ഇരിക്കും. മാർക്കാണെങ്കിലോ ദേഷ്യം കാരണം തന്റെ ഫാമിലിയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം വലിച്ചേറി കളയാണ്. സാം ആണെങ്കിലോ അവൻ കുടിക്കുന്നത് നിർത്തുന്നതുമില്ല, അവൻ കുടിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ എല്ലാവരും ഇരിക്കുമ്പോഴത്തേക്കാണ് വെളിയിൽ എന്തോ ഒരു ശബ്ദം. മാർക്ക് പതിയെ വന്ന് ഡോർ തുറന്നു നോക്കുമ്പോൾ വെളിയിലുള്ള ക്രൗഡ് മൊത്തം ഉള്ളിലേക്ക് കയറാൻ പോകുന്നു. അപ്പൊ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇവർക്ക് രക്ഷയില്ല. അങ്ങനെ നമ്മുടെ മാർക്ക് നിക്കിനെ അടുത്തൊരു അപ്പാർട്ട്മെന്റിലേക്ക് പറഞ്ഞു വിടും രക്ഷപ്പെടാൻ വേണ്ടി. അതുപോലെ ഹെയ്സലിന്റെ കയ്യിൽ ആ ഒരു കെട്ടുകഴിക്കും. അങ്ങനെ അവളുടെ കൈ കെട്ടടിക്കുമ്പോഴത്തേക്കാണ് സാം ഇത് കണ്ടിട്ട് അവളെ ഞങ്ങളോടൊപ്പം കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല എന്നും പറഞ്ഞ് മാർക്കിന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി മാർക്ക് താഴെ വന്ന് വീഴുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ മാർക്ക് കണ്ണുറക്കുമ്പോൾ ഈ അപ്പാർട്ട്മെന്റിലെ അവൻ മാത്രമേ ഉള്ളൂ. അതുമല്ല ജനാല വഴി താഴേക്ക് നോക്കുമ്പോൾ മറ്റൊരുപാട് ജോലിക്കാരെ ഈ അപ്പാർട്ട്മെന്റിന്റെ വെളിയിലേക്ക് വന്നിട്ട് അവര് എന്തോ ഒരു പൈപ്പ് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അത് പോയിസൺ ഉള്ളൊരു ഗ്യാസ് ആണ്. അത് ഈ അപ്പാർട്ട്മെന്റിന്റെ അകത്തേക്ക് വിടാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അങ്ങനെ മാർക്ക് അടുത്തൊരു അപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുമ്പോൾ സാം ഉണ്ടല്ലോ ഇവരെല്ലാവരെയും പിടിച്ചു വെച്ചേക്കുന്നു. അതുപോലെ മാർക്കിനെ നല്ല ദേഷ്യം വന്നിട്ട് നേരെ സാമിനെ പിടിച്ച് 2-3 ഇടി ഇടിച്ചിടിച്ച് ഒരു അവസരത്തിലേ അവനെ കൊല്ലുമെന്നുള്ള അവസ്ഥയാകുമ്പോഴത്തേക്ക് എല്ലാവരും പറയും ഇല്ല അവനെന്ന് ചെയ്യണമെന്ന് പറയുമ്പോൾ മാർക്ക് അവനെ വെറുതെ വിടും. ആ സമയത്ത് തന്നെ ഈ ഗ്യാസ് ഉള്ളിലേക്ക് വരുന്നുണ്ട്. അതല്ല ഇവരുടെ കയ്യിൽ മാസ്ക് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും മാസ്ക് വെച്ചിട്ട് ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ക്ലീൻ ആയിട്ടുള്ള എയർ കിട്ടുന്ന സ്ഥലത്തേക്ക് പോവാം, എല്ലാവരും വെളിയിലേക്ക് പോകാൻ പറയുമ്പോൾ ഇവർ ഓടി വന്ന് ഡോർ തുറക്കുമ്പോൾ പാവം ഹെയ്സലുണ്ടല്ലോ അവൾ അവിടെ മരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇവർ അപ്പാർട്ട്മെന്റിലൂടെ വെളിയിലേക്ക് ഇറങ്ങുന്നതും വേറൊരാൾ വന്നിട്ട് നമ്മുടെ സാമിനെ പിടിക്കും. സാമാണെങ്കിലോ അയാളെ ചവിട്ടി താഴെക്കിട്ട് അവിടെ വെച്ച് തന്നെ ചവിട്ടി ചവിട്ടി കൊല്ലുന്നുണ്ട്. അങ്ങനെ കൊന്നിട്ട് അവൻ പോകാനായിട്ട് വരുമ്പോൾ ബാക്കിയുള്ള എല്ലാവരും അവനെ വന്ന് പിടിക്കുന്നത്. ഇപ്പൊ സാം രക്ഷപ്പെടുത്താൻ വേണ്ടി മാർക്കിനോട് വിളിച്ചു പറയും. പക്ഷെ മാർക്കിനാണെങ്കിൽ അത്ര ആളുകളോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് അവൻ സാമിനെ രക്ഷിക്കാതെ അവിടെ നിന്ന് പോവാണ്. സത്യം പറയാലോ സാമിന് ഇത് തന്നെ വേണം. ഇത്ര അഹങ്കാരം പിടിച്ച ഒരുത്തന് ഇതിലും കൂടുതൽ കിട്ടാൻ വേറെ ഒന്നുമില്ല. അപ്പൊ ഇനി ബാക്കിയുള്ളത് നമ്മുടെ മാർക്ക്, നിക്ക്, പിന്നെ അമ്മൂമ്മ. ഇവർ 3 പേരും അവിടെ നിന്നും മറ്റൊരു ഭാഗത്തേക്ക് ചെന്നിട്ട് ആ ഡോറ് ഒരു ഇരുമ്പ് കമ്പി വെച്ച് ലോക്ക് ചെയ്യും. എന്നിട്ട് ഇവർ 3 പേരും ഓടി ഓടി മുകളിലേക്കാണ് പോകുന്നത്. മുകളിലേക്ക് വന്ന് ഈ ടെറസിന് മുകളിലേക്ക് കയറാനുള്ള ഒരു ഏണിയുണ്ട്. അവിടെയുള്ള ഡോറെല്ലാം ഇടിച്ച് തുറന്ന് ആ ഏണി വഴി 3 പേര് മുകളിലേക്ക് കയറുമ്പോൾ എന്തായാലും പോയിസൺ അടങ്ങിയ ആ ഗ്യാസ് ഉണ്ടല്ലോ അത് മുകളിലേക്ക് വരത്തില്ല. അതുകൊണ്ട് ഇവർക്ക് കുറച്ച് നല്ല വായു ശ്വസിക്കാൻ കഴിയും. അതുമല്ല ഇവരെ സ്നൈപ്പർ ഉണ്ടല്ലോ അയാൾ ഷൂട്ട് ചെയ്യുന്നില്ല. ഈ ഗ്യാസ് വിട്ടത് കൊണ്ട് തന്നെ ആ സ്നൈപ്പർ അവിടെ നിന്ന് പോയി കാണും. അങ്ങനെ ഇവർ 3 പേരും അവിടെ തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് 3 പേരും കെട്ടിപ്പിടിച്ചിരിക്കുമ്പോഴത്തേക്കാണ് അങ്ങനെ 3 പേരും കെട്ടിപ്പിടിച്ചിരുന്നിട്ട് അന്നത്തെ രാത്രി അവിടെ ഇരുന്ന് തന്നെ ഉറങ്ങും. അത് കഴിഞ്ഞ അടുത്ത ദിവസം നമ്മുടെ മാർക്ക് കണ്ണുറക്കുമ്പോൾ അടുത്തിരിക്കുന്ന അമ്മൂമ്മ അമ്മൂമ്മ ഇന്നലെ രാത്രി തന്നെ മരിച്ചിരുന്നു. അങ്ങനെ ഇത് കണ്ട നിക്ക് നല്ലതുപോലെ കരയുന്നുണ്ട്. അങ്ങനെ നിക്കിനെ സമാധാനപ്പെടുത്തിയിട്ട് നിക്കിനോട് പറയും, നിക്ക് ഇനി നീ താഴേക്ക് പോകുന്ന ഒരു കാര്യം കാണാൻ പോകുന്നില്ല, നിന്റെ കണ്ണ് നീ മൂടി വെച്ചേക്കെന്ന് പറഞ്ഞ് അവന്റെ കണ്ണും കെട്ടിയിട്ട് മാർക്ക് നിക്കിനെ പൊക്കിയെടുത്ത് ഈ പടിക്കെട്ട് വഴി താഴേക്ക് ഇറങ്ങി പോവാണ്. പോകുന്ന വഴിക്ക് ഒരുപാട് പേര് മരിച്ചിടപ്പുണ്ട്. അവരുടെ ശരീരമെല്ലാം കാണാൻ കഴിയും. അങ്ങനെ 2 പേരും നടന്ന് വെളിയിലേക്ക് വന്നു. എന്നിട്ട് ആ ഒരു ടെന്റ് കെട്ടിയിട്ടുണ്ടല്ലോ അവിടേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. അതുമല്ല പലയിടങ്ങളിൽ നിന്നും അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ട്, എല്ലാവരും അകത്ത് തന്നെ ഇരിക്കാൻ വേണ്ടി. അല്ല നിങ്ങൾ ആരെങ്കിലും വീടിനകത്ത് ഇരിക്കാതെ വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാലേ ഞങ്ങൾക്ക് ആ രീതിയിൽ നിങ്ങളോട് പെരുമാറേണ്ടി വരും എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ മാർക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ടെന്റിൽ നിന്നും ഇതുപോലൊരു സ്യൂട്ട് എടുത്ത് അത് വെച്ച് നമ്മുടെ നിക്കിനെ അവിടെ നിന്ന് കൊണ്ടുപോകാം, ആർക്കും സംശയം വരാത്ത രീതിയിൽ എന്ന് പറഞ്ഞ് നിക്കിനെ വിളിച്ചിട്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ
നിക്കിന്റെ പിറകെ വേറൊരു നെയ്ബർ വന്നിട്ട് നിക്കിനെ അങ്ങ് പിടിക്കും. എന്നിട്ട് ഒരു കണ്ണാടി പീസ് എടുത്ത് വെച്ച് അവനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇങ്ങനെ നിൽക്കുമ്പോൾ നിക്ക് അവന്റെ വയറിന് നോക്കിയൊരു ഒറ്റയിടി എന്നിട്ട് ഓടി നമ്മുടെ മാർക്കിന്റെ അടുത്തേക്ക് വരും. അപ്പോൾ മാർക്ക് വന്നിട്ട് അയാളെ തടയാൻ ശ്രമിക്കുമ്പോൾ അയാള് അത് വെച്ച് മാർക്കിനെ കുത്തുന്നുണ്ട്. പക്ഷെ അതിനു മുന്നേ തന്നെ നമ്മുടെ മാർക്ക് അയാൾ ഇടിച്ചങ്ങ് താഴെക്കിടും. എന്നിട്ട് നിക്കിനെയും വിളിച്ച് അവൻ പതിയെ അവനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. പക്ഷെ കുറേ ദൂരം നടന്ന് ചെല്ലുമ്പോഴത്തേക്കും മാർക്കിനെ കൊണ്ട് കഴിയുന്നില്ല. കാരണം ഒരുപാട് രക്തം പോയിട്ടുണ്ട്. അവൻ അവിടെ ഒരു ഊഞ്ഞാലയിൽ കയറി ഇരുന്നിട്ട് നിക്ക് നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയിക്കോ. അതേപോലെ തന്നെ മാർക്കിന്റെ ഫോൺ കൊടുത്തിട്ട് ഇതിലെ എൻ്റെ എക്സ് വൈഫിന്റെ നമ്പർ ഉണ്ട്, നീ എവിടെയെങ്കിലും രക്ഷപ്പെട്ട് ചെന്ന് കഴിഞ്ഞാലേ സഹായത്തിനായിട്ട് അവളെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞ ആ ഒരു ഫോണ് നിക്കിന്റെ കയ്യിൽ കൊടുത്ത് അവരോട് പോകാൻ പറയുന്നതും നിക്ക് അവിടെ നിന്ന് പോകുമ്പോൾ കുറേ കഴിഞ്ഞിട്ട് നമ്മുടെ മാർക്കും അവിടെ ഇരുന്ന് തന്നെ മരിക്കുന്നു. അങ്ങനെ നിക്ക് ആ ഫോണും കൊണ്ട് കുറേ ദൂരം നടന്നു ചെല്ലുമ്പോൾ ഇതുപോലെ തന്നെ സ്യൂട്ട് ധരിച്ച് രണ്ടുപേരും അവന്റെ പിറകെ വന്ന് പെട്ടെന്ന് നമ്മുടെ മാർക്കിനെ പിടിച്ച് അവന്റെ ദേഹത്തേക്ക് ഒരു മരുന്ന് കുത്തി വെക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ മാർക്ക് കണ്ണു തുറക്കുമ്പോൾ അവനിപ്പോൾ ഒരു ടെന്റിനകത്താണ്. അവനോടൊപ്പം അവനെ പോലെ തന്നെ ഒരുപാട് കുട്ടികളുമുണ്ട്. കാരണം കുട്ടികളാണല്ലോ ഇനിയുള്ള ഭാവിയിലേക്ക് ആവശ്യം. അതുകൊണ്ട് കുട്ടികളെ എല്ലാവരെയും ഇവർ രക്ഷപ്പെടുത്തുന്നുണ്ട്. അതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക്. അതേപോലെ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.